നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഒരുപാട് കോളുകൾ രാവിലെ തൊട്ടേ ഒരുപാട് കോളുകൾ വിളിക്കുന്നതെല്ലാം പാറക്കൻ്റെ അടിയിൽ മാളത്തിൻ്റെ അടിയിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് പാടത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങ് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഇന്ന് നമ്മൾ ആദ്യത്തെ സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് ഒരുപാട് അതിഥികളെ സമ്മാനിച്ചൊരു സ്ഥലമാണ് ഈ മേനംകുളം, കഠിനംകുളം, ഈ മേഖലയൊക്കെ ഈ ഒരു മേഖല കഴക്കൂട്ടമൊക്കെ. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളല്ല, ഒരു വില്ല പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളത്ത് പണിക്കാർ. ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ അറിയാം, ഞാൻ മേശിരി പണിയായിരുന്നു, കാർബൺ എല്ലാം എന്താ പറയുക, തട്ടുറപ്പിൻ്റെ പണിയായിരുന്നു, കമ്പി പണിയായിരുന്നു, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത പണി. അപ്പോൾ ഇവിടെ അവർ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന റൂമിനകത്ത് പ്രിയപ്പെട്ട ഒരു ചേട്ടൻ വന്ന് എന്തോ സാധനം എടുക്കാണ്ട് കയറിയ സമയത്ത് അകത്തെന്തോ സൗണ്ട് കേട്ടുന്നത്. അപ്പോൾ ചേട്ടൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന സുഹൃത്തിനോട് ചോദിച്ചൊന്നു, ഡേ വല്ല പാമ്പെല്ലാം കാണൂടെ? അവർ പറഞ്ഞേ പാമ്പൊന്നുമില്ല, എന്നാൽ തവളയിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് അരങ്കൊടി വെക്കേണ്ടി വന്നേനെ. രണ്ടും കൂടെ ചെന്ന് എടുത്തതിൻ്റെ അടിയിൽ പാമ്പിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് അവരെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്, ഉണ്ടോ പോയോ എന്ന്. നമസ്കാരം സാർ. സുഖം. എന്തുണ്ട് വിശേഷം? സുഖം. എന്താണ് സുഖം? ഉള്ള സ്ഥലത്തേ ഉള്ളൂ അല്ലേ? എന്തുണ്ട്? എന്താ പേര്? ഇജാസ്. എവിടെയാണ് ഇജാസിൻ്റെ വീട്? എൻ്റെ വീട് നെടുമങ്ങാട്. ചേട്ടൻ എവിടെയാണ്? കണ്ണംകുളം. ഇവിടുത്തെ നമ്മളിവിടെ തന്നെ അല്ലേ? ഇതിനകത്ത് തന്നെയാണോ വേണ്ടത്, അത് പുറത്താണോ? അകത്ത് നിന്നാണ്. ഇതിനകത്ത്. അതിനുശേഷം തുറന്നിട്ടൊന്നുമില്ല, അടച്ചിട്ട് കണ്ടോണ്ട് തന്നെ അടച്ചു. വേറെ പോകാനുള്ള വഴികളൊന്നുമില്ല, ഉറപ്പാണ്. മോളിൽ നിന്ന് ഇറങ്ങി. മോളിൽ നിന്ന് എങ്ങനെ ഇറങ്ങി? ഇത്രയും ഹൈറ്റിൽ കൂടെ? അതിനകത്ത് തന്നെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്ര കറക്റ്റ് ആ സമയം തൊട്ട് നിങ്ങളിവിടെ ഉണ്ട്. വളരെ ചൂടാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു. അവർ പറയുന്നത് അവരിവിടെ നിന്ന് പോയിട്ടില്ല, ഈ റൂം അടച്ചിട്ടിരുന്നു, മേളിൽ കയറി പോകാനായിട്ട് സാധ്യത കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ എങ്ങാനും ഹോളുണ്ടെങ്കിൽ, ഇത് പഴയ ഇതിനോട് ടെമ്പററി ആയിട്ട് ചെയ്തൊരു ഷെഡല്ലേ, ഹോളുണ്ടെങ്കിൽ ഹോളിൻ്റെ അടിയിൽ. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി എന്നാണ് പറഞ്ഞത്. ഇതാ അങ്ങോട്ട് സൂക്ഷിച്ച് വെക്കണം. ഇതിനകത്ത് കളയാൻ ഇതിനകത്തുണ്ട് സാധനങ്ങളല്ലേ. ദൂരോട്ട് വെക്കണം ചേട്ടാ. ആ നമ്മളിവിടെ ഇവരവിടെ നിന്ന് ഇങ്ങോട്ട് ഇഴഞ്ഞ് കയറിയത് കണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇത്രയും സാധനം മാറ്റിയിട്ടൊന്നും കാണുന്നില്ല. എവിടെ പോയെന്നൊന്നൊരു പിടിയില്ല. പൊടിയില്ലാതെ മാറ്റിയാൽ പൊടിയില്ലാതെ മാറ്റിയിട്ട പറപ്പൊടി പറത്താതെ സിമെൻ്റ് ആയതിൻ്റെ. വാങ്ങിക്കുന്ന ആളെന്നാണ് മറ്റേ കൈമാറണ്ട പൊടി. ആ ഇങ്ങനെ തന്നെ പോട്ടെ. ഒരാളുണ്ടോ? അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇവർ പറഞ്ഞ കണക്ക് നമ്മൾ നോക്കിയിട്ട് കണക്കും കാണുന്നില്ല.
നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട്. ഇത് ഇതേപടി അങ്ങെടുത്ത് ഒരാളെ കുളിച്ചോ. ഇതാണ്ടോ ഇഴഞ്ഞ പാടുണ്ടോ? ഇല്ല, ഇതാണ് ഇതിൻ്റെ ഓരോ പാമ്പുകൾക്ക് ഓരോ പ്രത്യേകത. ഇഴഞ്ഞു പോകുന്ന പാമ്പുകൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പാമ്പിനെ പിടിക്കുന്ന ആൾ എല്ലാവർക്കും അത് പറയാൻ പറ്റും. ചേരയാണോ മുറുക്കാണോ അണലിയാണോ എന്നൊക്കെ പറയാൻ പറ്റും. എനിക്ക് മാത്രമല്ല, പറയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. അടിപൊളി. ഇതായിരിക്കും വേണ്ട ചൂരുണ്ടല്ല, അടിപൊളിയായിട്ട് എന്തോ വിളിച്ചതാണ്ട അടിപൊളി. ഇത് ഇവർ ഫോട്ടോയൊക്കെ കാണിച്ച് എനിക്ക് ഫോട്ടോ കാണിച്ച് തന്നപ്പോഴേ ഒരു മുട്ടക്കാട്ടം പാമ്പ്. പക്ഷേ മുട്ടക്കാട്ടനൊന്നുമല്ല, ഇത് ചെറിയൊരു പാമ്പ്. വേണ്ട പോണേ അമ്മച്ചി പോണേ. ആടാ പോളി അടി സാക്കേ അടിപൊളി. അതാ വലുത്. എന്തായാലും അത്ര വലുതല്ല, എന്നാലും തെറ്റില്ലാത്ത ഒരു ചെറിയ താവുക്കിനകത്ത് കയറി അതിലിരിക്കാൻ സ്ഥലം കിട്ടാത്ത നേരെ പോരെയാണ്. എത്ര വലിയ നമുക്കറിയാം. നമ്മളിപ്പോൾ ഇവർ ഫോട്ടോ കണ്ടപ്പോൾ നല്ല സൈസായിരുന്നു, നല്ല കൈയുടെ കനമുള്ളൊരു സാധനത്തിന് ഒരു ഫോട്ടോ എടുത്തത്. പക്ഷേ അതല്ല, ഇത് ചെറുതാണ്. ഏകദേശം ഒരു ഉദ്ദേശം 5 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ പെണ്ണതിഥി ഉണ്ടല്ലേ, ഫീമെയിൽ അതിഥിയാണ്, പെണ്ണതിഥിയാണ്. മുട്ടയിട്ട് കുഞ്ഞ് വിരിച്ചതിന് ശേഷം ഫുഡ് തേടി മുട്ട വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയതിന് ശേഷം ഭക്ഷണം തേടി ഒരു രക്ഷയില്ല. അപാര ചൂട് കൂടുമ്പോൾ പാമ്പ് ഇറങ്ങുന്ന പക്ഷേ പാമ്പ് ഇങ്ങനെ ഇത്രയും ചൂടുള്ളത് അതിനകത്ത് നമുക്ക് നിൽക്കാൻ പോയി. അത്രയ്ക്ക് ചൂട്, അതിനകത്ത് സുഖമായിട്ട് പാമ്പിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ ചൂടൊന്നും അല്ല പാമ്പ് ഇറങ്ങി വരാൻ ഒരു പ്രത്യേകതകളൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ചൂടാണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് നല്ല ചൂട്, അതിനകത്ത് നമുക്ക് നിൽക്കാം. നമ്മളൊക്കെ വേർത്തൊരു പരുവായി. അദ്ദേഹത്തിന് നല്ല തണുപ്പ് കണ്ട, നല്ല തണുപ്പ് അടിപൊളി. അദ്ദേഹത്തിന് തീരെ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വയ്യായിക്ക പടം പൊഴിച്ച് മുട്ട ഇട്ടതിന് ശേഷം ഭക്ഷണം തേടി വന്ന അമ്മ അതിഥിയാണ്. ഫീമെയിലാണ്. ഏകദേശം ഒരു 6 വയസ്സിനടുത്ത് പ്രായം വരുന്നു. ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ ഉണ്ടല്ലേ, 4.5 അടിയോളം. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ 3.25 അടിയാണ്. ഇത് 4 അടിയോളം നീളമുണ്ട്. എൻ്റെ ഹിപ്പിനേക്കാൾ നീളം.
ചേട്ടാ ചാക്കിങ്ങരാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നത് കാരണം എനിക്കിനി അടുത്തൊരു കോള്, ഒരു എമർജൻസി. കാരണം വീട്ടിൻ്റെ മുറ്റത്ത് 9:30 ഒരു അതിഥിയെ കണ്ടിട്ട് ഒരു 9:30 മുതൽ തിരുവനന്തപുരത്തുള്ള പല ആൾക്കാരെയും വിളിച്ചു. പല ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ് ഞങ്ങളുണ്ടെന്ന് പറയുന്നവരൊക്കെ വിളിച്ചു. 9:30 മണി തൊട്ടിപ്പോൾ മണി 12, 1 മണിയാവുന്നു. ഇതുവരെ ആരും എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥി സ്നേക് മാസ്റ്റർ ടീം പവടിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിച്ചിരുന്നത്. പക്ഷേ ദേഹം മുഴുവനും പൊടിയാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഷർട്ട് മാറേണ്ടി വരും. നല്ല ചൂടിനെ സഹിക്കാൻ പറ്റില്ല. എനിക്ക് ചൂട് കൂടിയിട്ടൊരു എന്താ പറയുക, ഒരു ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ചെസ്റ്റ് പെയിനായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. എന്നാലും സമയം കളയുന്നില്ല. പോകാൻ നമുക്ക് നമ്മുടെ പവടിക്കോണത്ത് മറ്റേ കുഞ്ഞൻ അതിഥി തേടി. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സാറിൻ്റെ വീട്ടിൽ, അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹത്തിൻ്റെ വൈഫും അപ്പനും അമ്മയൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം രാവിലെ അങ്ങോട്ട് 9:30 അങ്ങോട്ട് ഒരു വീട്ടിൻ്റെ മുന്നിൽ കൂടെ ഒരു ചെറിയ അതിഥി എഴുതുന്നു. വീടിൻ്റെ സൈഡിൽ 2 ചാക്ക് വെച്ചിട്ട് ഇടയ്ക്ക് ആ സമയം തൊട്ട് മാമ ഇവിടെ കാവലിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സമയങ്ങളിൽ അവിടെ എത്തി. കുഞ്ഞൻ അതിഥിയാണെന്ന് ഇപ്പോൾ നമുക്ക് ഇന്നലെയൊക്കെ എനിക്ക് കിട്ടിയെല്ലാം വീടുകളിൽ പിടിച്ചു വെക്കുകയാണ്. ഒരു 10ഓളം കേസിൽ പിടിച്ച് കുപ്പിക്കാത്ത കേസിൽ ഞാൻ ഇന്നലെ വീട്ടിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഒരു 6ഓളം കേസിൽ വെയിറ്റിങ്ങിലുണ്ട്. ഉള്ളൂരും പ്രശാന്തിനൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ചെറിയ കുഞ്ഞന്മാരെയൊക്കെ കഴക്കൂട്ടത്തൊക്കെ. ഇനി അതെല്ലാം പോയി എടുക്കണം. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സാറ് നമ്മുടെ അടുത്ത് മാമൻ ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ അന്വേഷിച്ച് നമുക്ക് ബാക്കി വിഷയം നമുക്കറിയാം. സുഖം, എന്തുണ്ട് വിശേഷം? ഹലോ, എന്താ പേര്? അനുജിത്ത്. അനുജിത്ത് എവിടെ കണ്ടെന്ന് പറഞ്ഞത്? ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞത്? ഇതിനകത്ത് പത്തി കൊടുത്തേക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് അരിയും കൂടെ പോവുക. അപ്പം ഞാൻ കമ്പെടുത്തുകൊണ്ട് ഇങ്ങനെ അടിക്കാനായിട്ട് നോക്കിയത് ചില്ലയൊക്കെയാണ്. അപ്പോൾ അത് ശരിക്കും കൊണ്ടില്ല, നേരെ ഇതിനകത്ത് കയറി. ആ സമയം തൊട്ട് ആളുണ്ട്, പോയിട്ടില്ല. ഇല്ല, അത് അന്നേരം പോലെ ഇരിക്കണേ ഞാൻ കസേരയിൽ. ഇപ്പോൾ സ്വർണ്ണം വെച്ചിട്ട് ഇത്രയും സമയം നമ്മൾ കാവിലിരിക്കാറില്ല, പാമ്പിനെ വെച്ച് കാവിലിരിക്കും. അപ്പം നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഇതിനകത്തിനുണ്ട്, പോയിട്ടില്ലല്ലേ? ഇല്ല. സൈഡൊക്കെ ഉണ്ടോ? ഞാൻ ആ അടച്ചിരുന്ന കാരണം ഇതായിരിക്കും ഒരു കുഞ്ഞൻ. ഇപ്പോൾ ഇതിൻ്റെ സീസണാട്ടോ, ഒരു രക്ഷയില്ല. ഇവരുടെ സീസണാണ്. ഇവരിപ്പോൾ മുട്ട വിരിഞ്ഞ് ഇങ്ങോട്ട് എല്ലാ വീട്ടിലും ഇത് തന്നെ. എത്രയും കുഞ്ഞുങ്ങൾ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് തെളിവ് വിചാരിച്ചത്. പക്ഷേ കുഞ്ഞുങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരു 10, 15, 16 ദിവസം പ്രായം വരുന്നൊരു കുഞ്ഞൻ കണ്ടോ. പക്ഷേ 15, 16 ആദ്യത്തെ പടം പൊഴിച്ചതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന് വെനമില്ലെന്ന് പറയുന്നില്ല, വെനമുണ്ട്. എന്തുകൊണ്ട് പേടിച്ചിട്ട് ദൂരം കാക്ക വല്ല പക്ഷികളെല്ലാം എടുത്തുകൊണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. നല്ല പേടിയുണ്ട്, നല്ല പേടി കണ്ടോ. നല്ല പേടി. ഇതിപ്പോൾ ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ കാണും കണ്ടോ, ഇഷ്ടംപോലെ കാണും. ജനിക്കുമ്പോൾ തന്നെ പത്തി നല്ല. ഞാനിപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളൊക്കെ ഏത് കുഞ്ഞുങ്ങളായിട്ട് ഞാൻ പത്തിപ്പെടുത്ത് നോക്കും. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഈ പത്തിക്ക് മേലുണ്ടാകുന്നൊരു വ്യത്യാസം. എനിക്കിപ്പോൾ ഒരെണ്ണം കിട്ടിയത് കഴുത്തിൻ്റെ പുറകിൽ ഈ വര ഇങ്ങനെ ക്രോസായി പോകുന്ന വരെയുള്ളൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ. ഇനി എനിക്ക് നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ ഇതുപോലെ ഈ പത്തിയിൽ ബട്ടർഫ്ലൈ പോലെ ഉള്ള ചിഹ്നം ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ ചിഹ്നമില്ലാതെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആ ഡിസൈനിൽ ചിഹ്നമുള്ളത് വരുന്നുണ്ടെന്നൊക്കെ നോക്കി ഞാൻ എല്ലാം ഒരു കുഞ്ഞിനെ കിട്ടിയാലും എല്ലാത്തിനെയും ഒരു സ്ഥലത്ത് 10, 15 കുഞ്ഞുങ്ങളെ കിട്ടിയാലും ഓരോന്നോരോന്നിട്ട് എനിക്കിങ്ങനെ ചെക്ക് ചെയ്തിട്ട് വിടാറുള്ളൂ. കാരണം ഇന്നലെയൊക്കെ ഞാൻ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കാട്ടിൽ വിട്ടിരുന്നു. കണ്ടോ, ഇതൊരു കുഞ്ഞൻ, ഇതൊരു ഗ്യാപ്പാണ് കണ്ടതാ. ഈ ടൈലോ ഇതൊരു ഗ്യാപ്പാണ്. ഇതിൻ്റെ ഇടയ്ക്കൊന്നും അറിയത്തില്ല. ആടാണ് പാട്ട് പാടുന്നത്. എന്തോ ഒരു ചെറിയ അപകടം പറ്റിയിട്ടുണ്ട്. കാരണം അത് നന്നായിട്ട് പത്തിയെടുത്ത് അങ്ങനെ നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനെന്തോ ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ടെന്നാണ്. ചെറിയൊരു ഇഞ്ചുറി എന്തോ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എഴിഞ്ഞു വരുന്ന സമയത്തോ അല്ലെങ്കിൽ എഴിഞ്ഞു വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു
ഒരടിയോളം മാത്രം നീളം വരുന്ന ഒരു കുഞ്ഞൻ. ഒരടിയോളം മാത്രം നീളം വരും. ഒരടി കഷ്ടി ഒരടി എന്താ. ഒരു ബോട്ടിൽ. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. വെള്ളിലേക്ക് കടിക്കാനോ, ഈ വെള്ളിലേക്ക് കടിക്കാനോ നോക്കണം. നിങ്ങൾ വെള്ളിലേക്ക് ഇനി അടുത്ത കടിയായിരിക്കും. ഈ അനങ്ങുന്ന അതിലേക്ക് പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് അടിക്കും. അനങ്ങതിലേക്ക് ഇപ്പോൾ അനങ്ങാതെ ഇവിടെ കടിക്കുന്നില്ല, പക്ഷേ ഈ അനങ്ങുന്ന വസ്തുവിലേക്ക് പെട്ടെന്ന് സർക്കിളിൽ കിട്ടി അപ്പോഴും കടിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ അടുത്ത കാലത്തും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, വലിയ രാജവെമ്പാലേക്കാളും അപകടമാണ് ഒരു ചെറിയ രാജവെമ്പാല, വലിയ മൂർഖനേക്കാളും അപകടമാണ് ചെറിയ മൂർഖൻ. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. ശുദ്ധ മണ്ടത്തിലാണ്. ഇതൊന്നും അപകടകാരികളല്ല. എന്നാൽ കടിച്ച വിനമുണ്ട്, മരുന്നെടുക്കണവരെ നമ്മൾ സമയം കളയുന്നില്ല. ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. ഇപ്പം നമ്മൾ അദ്ദേഹത്തിനെ ബോട്ടിലാക്കുകയാണ്. കുഞ്ഞൻ എന്ത് അനുസരണയുള്ള കുട്ടിയെ പോലെ കൂട്ടിക്കയറാൻ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഒരുപാട് കോളുകൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു.